മിശിഹായിലെത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് വായിച്ചു കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയിലേക്ക് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം നമുക്ക് ഏറെ സുപരിചിതവും നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതുമാണ്. അതായത് ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഭാഗമാണ് ഏറ്റവും ആദ്യം നമ്മൾ വായിച്ചു കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് ദൈവത്തിന് നമ്മൾ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് ആ ഒരു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഭാഗത്തിൽ നിന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ആദ്യം നമ്മൾ ആ ഒരു ഭാഗത്ത് ധ്യാനിക്കുന്നത് ഈശോ ശിഷ്യന്മാര് ഈശോയെയും കൂട്ടി ആ വഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അതായത് യാത്ര ഇടയിൽ വെച്ചാണ് അവിടെ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു. ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ശിഷ്യന്മാര് യേശുവിനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു തോണിയിൽ യാത്ര ചെയ്തത് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോൾ, ഒരു കഷ്ടപ്പാട്, ഒരു ദുരിതം വന്നപ്പോൾ അവർക്ക് യേശുവിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, പെട്ടെന്ന് യേശുവിലേക്ക് എത്താനുമായിട്ട് സാധിച്ചത്. അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതയാത്രയാകുന്ന തോണിയിൽ യേശുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഈശോ നമ്മുടെ അരികിലുണ്ടെങ്കിൽ, ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഈശോയ്ക്ക് പെട്ടെന്ന് ഇടപെടാനായിട്ട് സാധിക്കും. ഈ ശിഷ്യന്മാര് ഈശോയും കൂട്ടിക്കൊണ്ട് യാത്ര പോയത് കൊണ്ടാണ്, ഈശോയെ കൂട്ടിക്കൊണ്ട് തോണിയിൽ യാത്ര ചെയ്തത് കൊണ്ടാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ശിഷ്യന്മാർക്ക് ഈശോയുടെ അടുക്കലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതയാത്ര നമ്മുടെ യേശുവിനെ നമ്മുടെ തൊട്ടടുത്തിരുത്തി നമ്മൾ യാത്ര ചെയ്യണം. ഈശോ നമ്മുടെ തൊട്ടരികിലുണ്ടെങ്കിൽ, ഈശോ നമ്മുടെ തൊട്ട് കൂടെ ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് നമ്മുടെ ഇടപെടാനായിട്ട് വളരെ എളുപ്പമാണ്. ഈശോ ഒരുപാട് അകലെയാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് എത്താനായിട്ട് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് നേരെടുക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദൈവത്തിന് കൃത്യസമയത്ത് ഇടപെടണമെങ്കിൽ, ദൈവത്തിന് ഇടപെടൽ കൃത്യസമയത്ത് വേണമെങ്കിൽ യേശുവിനെ അരികിലിരുത്തി യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട്, ഈശോ ആ തോണിൽ കയറിയിരുന്നപ്പോൾ ഈശോ ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയുക. നമുക്കറിയാം, നമ്മൾ ഈ രാത്രികളിൽ നമ്മൾ വിനോദയാത്ര പോവുകയാണെങ്കിൽ നമ്മൾ ബസ് ഓടിക്കുന്ന ബസ് ഡ്രൈവറുടെ അടുത്ത് നമ്മൾ ഇന്ന് സംസാരിക്കും. എന്തുകൊണ്ടാണ്? ആള് ഉറങ്ങി പോകാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒരാൾ ആ ഡ്രൈവറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു സംസാരം കുറഞ്ഞപ്പോഴായിരിക്കണം ഈശോ അവിടെ ഉറങ്ങിപ്പോയത്. ശിഷ്യന്മാർ ഈശോയുമായിട്ട് ഒരു ഇരുന്നിരുന്നുവെങ്കിൽ ഈശോ ചിലപ്പോൾ അവിടെ ആക്റ്റീവായിട്ട് അവരോട് സംസാരിച്ചിരുന്നേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട, രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ യേശുവിനെയും കൂട്ടി നമ്മൾ യാത്ര പോകുമ്പോൾ യേശുവിനോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, യേശുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതായത് യേശുവിനെ ഇങ്ങനെ ആക്റ്റീവാക്കി നമ്മുടെ ജീവിതം നമ്മൾ നിർത്തണം. യേശുവിനെ ഉറക്കി കിടത്തി നമ്മൾ ഒരിക്കലും, പലപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാതെ വരുമ്പോൾ, നമുക്ക് ഉപസാരിക്കാതെ നടക്കുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് വരാതിരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന ചൊല്ലാതിരിക്കുമ്പോൾ ഈശോയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഈശോ ഉറങ്ങി കിടക്കുകയാണ് അവിടെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് യാചിച്ച് യേശുവിനോട് എപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു എപ്പോഴും ഉണർവോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതാണ് രണ്ടാമതൊരു ചിന്ത. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ അരികിൽ യാത്ര ചെയ്യുമ്പോൾ ഈശോയോട് എപ്പോഴും നമ്മൾ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, വിശുദ്ധ കുർബാന അർപ്പിച്ച്, കുമ്പസാരിച്ച്, കുർബാന സ്വീകരിച്ച്, അങ്ങനെ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ആക്റ്റീവാക്കി നമ്മൾ നിർത്തണം. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ഈശോ അവരുടെ കൂടെ ഉണ്ടായിട്ട് പോലും ശിഷ്യന്മാര് പേടിക്കുകയാണ്. അതാണ് മൂന്നാമത്തെ ഒരു ചിന്ത. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈശോ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ? അപ്പൊ ആ ഒരു ധൈര്യം നമ്മുടെ കൂടെ ഉണ്ടാവണം. ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, എത്ര വലിയ കഷ്ടപ്പാടായിക്കോട്ടെ, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് എൻ്റെ യേശുവിനത് തീർക്കാനായിട്ട് സാധിക്കും. ആ ഒരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ പിതാവ് ജെയിംസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രസ്റ്റ് ഇൻ ഡിവൈൻ പ്രൊവിഡൻസ് ആൻഡ് ഗോ അഹെഡ് വിത്ത് ഓൾ കോൺഫിഡൻസ്. ദൈവത്തിൽ ആശ്രയിക്കുക, പിന്നെ ഫുൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. അതുകൊണ്ട് ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ ദൈവത്തെയും കൂട്ടിക്കൊണ്ടാണോ ഞാൻ യാത്ര പോകുന്നത്? ദൈവം എൻ്റെ അരികിലുണ്ടെങ്കിൽ ദൈവത്തിന് ഇടപെടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ദൈവം ഒരുപാട് അകലെയാണെങ്കിൽ വളരെ സമയമെടുക്കും ദൈവത്തിന് ഇടപെടാനായിട്ട്. രണ്ടാമതായിട്ട്, നമ്മുടെ ജീവിതത്തെ യാത്രയിൽ ദൈവം കിടന്നുറങ്ങുകയാണോ, നമ്മൾ ദൈവത്തെ കിടത്തി ഉറക്കുകയാണോ? പ്രാർത്ഥിക്കാതെ, കുർബാന അർപ്പിക്കാതെ, കുമ്പസാരിക്കാതെ, കുർബാന സ്വീകരിക്കാതെ, ദൈവത്തെ നമ്മൾ പ്രാർത്ഥിച്ച് നിലവിളിച്ച് നമ്മളെപ്പോഴും ദൈവത്തോട് യാചിച്ച് ഇങ്ങനെ നമ്മൾ ദൈവത്തിന് ആക്റ്റീവാക്കി നമ്മൾ നിർത്താനായിട്ട് സാധിക്കട്ടെ. മൂന്നാമതായിട്ട്, യേശു കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ദൈവം നമ്മളെ രക്ഷിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.